വെച്ചിട്ടുണ്ട്. എന്റെ പട്ടയിൽ കഴിക്കും. അച്ഛാ മോളെ, അച്ഛൻ എല്ലാ ദിവസവും കഴിക്കുന്ന വീരേന്ദ്ര സേവാതി ലേഖവും ഒരു ഗ്ലാസ് പെസ്പിയും എടുത്തോണ്ട് പോവാ. എന്തിനാണ് അച്ഛാ പെസ്പി? ആ വീരേന്ദ്ര സേവാതി ലേഖത്തിലെ ഭയങ്കര മുഹമ്മദ് കഴിപ്പല്ലേ. അതെ, നിന്റെ ചേട്ടൻ എവിടെ? അവൻ ഇതുവരെ പവനിയിൽ നിന്നും ബീച്ചിലേക്ക് വന്നില്ലല്ലോ. ഇന്ന് സൺഡേ അല്ലേ അച്ഛാ? ചേട്ടൻ വൺഡേ മാച്ചിൽ പോയിരിക്കുക. എന്താണ് അച്ഛാ? അച്ഛന്റെ ലെഗ്സ്റ്റമ്പിന് വല്ലാത്ത വേദന. മാത്രവുമല്ല, അച്ഛന്റെ തല മുഴുവൻ ജഡേജ് പിടിച്ച് അലങ്കോലമായിരിക്കുകയാണല്ലോ. ഞാനന്ന് മേടിച്ചു തന്ന ശ്രീശാന്താദി എണ്ണ അച്ഛൻ പുരട്ടുന്നില്ലേ? വേണ്ട 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 വേണ്ട, അത് പുരട്ടിക്കഴിഞ്ഞാൽ തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ. സാരമില്ല മോളെ, അച്ഛന്റെ ഇന്നിങ്സ് ഒക്കെ തീരാറായില്ലേ. അച്ഛാ ഇനിയുള്ള കാലം വലിയ ഹർഭജനെയും പാടി അങ്ങ് കൂടാം. ആഹാ, അച്ഛന്റെ പൊന്നുമോ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ നിന്റെ ടൂർണമെന്റ് ഒക്കെ? അച്ഛനറിയാമോ, ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും വേഗത കൂടിയ ബാറ്റ്സ്മാനാണ് ഞാൻ. അത് ശരിയാണ്. ബാറ്റുമായിട്ട് അങ്ങോട്ട് പോണം കാണാം, അപ്പൊ തന്നെ തിരിച്ചു വരാൻ കാണാം. അതൊക്കെ പോട്ടെ ഏട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ച്? ഇന്ത്യൻ ടീമിന്റെ ഏക പ്രതീക്ഷയാണ് ഞാനെന്ന് നിനക്കറിയില്ലേ? ഫസ്റ്റ് ബോൾ ഇങ്ങോട്ട് വന്നു, കണ്ണും പൂട്ടി ഒരു ഒറ്റയടി തെറിച്ച് ഗാലറിയിൽ പോയി വീണു. ബോളോ? അല്ല, സ്റ്റമ്പ്. ഈ കുടുംബ ടീമിന്റെ മാനങ്ങളെ ജയിച്ചവൻ. നിനക്കറിയാമോ എത്ര എത്ര നീണ്ട ഇന്നിങ്സുകൾ കളിച്ചവനാണ് ഈ അച്ഛനെന്ന്? ഇന്ന് കാലം പോയി. ഒരു 20-20 കളിക്കാൻ പോലും അച്ഛൻ ഇന്ന് ആവുന്നില്ല മോനെ. നിർത്തുന്നു അച്ഛ ഈ അസ്ഥാനത്തുള്ള അപ്പീൽ. ചേട്ടാ, എന്ത് നാണക്കേടാണ്. അവൻ അപ്പീൽ ചെയ്യട്ടെ. മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അമ്മ ഡെക്കൗട്ടായി. അതിനുശേഷം ഓരോരോ സിംഗിളുകൾ എടുത്താണ് അച്ഛൻ നിങ്ങളെ വളർത്തിയത്. മോനെ, എനിക്ക് വേണമെങ്കിൽ സിക്സറുകൾ അടിക്കാമായിരുന്നു. എന്തുമാത്രം ഫുൾ ടോസ് ബോളുകളാ അച്ഛൻ. കാലത്ത് ദേഹം മുഴുവനും ചോയപത്രം പൂശി ഇറങ്ങിക്കോളും. എടാ, നീ പുറത്ത് കാട്ടിക്കൂട്ടുന്ന വസീം അക്രമങ്ങൾ മുഴുവനും ഞാൻ ഇവിടെ നിന്ന് അറിയുന്നുണ്ട് മോനെ. ഇതെല്ലാം മോളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. ഈശ്വരനായിരിക്കും. അയ്യ, തേടമ്പേർ. അച്ഛനെങ്ങനെ സ്റ്റമ്പിൽ കുത്തുന്ന വർത്തമാനം പറയരുത്. കുത്തുവടാ, നിന്റെ സ്റ്റമ്പിൽ തന്നെ ഞാൻ കുത്തും. അച്ഛനറിയോ, ഇന്ന് രാവിലെ ഞാൻ കളിക്കാൻ വേണ്ടി എന്റെ ജേഴ്സി എടുത്ത് നോക്കിയപ്പോ പാന്റിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഹുക്ക് പോയി കിടക്കുന്നു. അതൊന്ന് സ്റ്റിച്ച് ഇടാൻ പോലും ഈ കുടുംബ ടീമിൽ ആരുമില്ല. അച്ഛാ, അച്ഛനോട് ഞാൻ എത്ര കാലമായി പറയുന്നു, എനിക്കൊരു റണ്ണറെ വേണമെന്ന്. റണ്ണർ? എടാ, ആദ്യം പിച്ച് നിറഞ്ഞു നിൽക്കുന്ന നിന്റെ പെണ്ണൊക്കെ റണ്ണറെ കണ്ടെത്ത്. എന്നിട്ട് അവരൊരു റണ്ണെടുക്കട്ടെ. അതിനുശേഷം മതി എനിക്കൊരു റണ്ണർ. അല്ലെങ്കിൽ എനിക്കറിയാം, എന്റെ ബോൾ വരുമ്പോൾ അച്ഛൻ എപ്പോഴും നോ ബോൾ വിളിച്ച് മാറിക്കളയുന്നു. എന്റെ കൂടെ കളിച്ച് വളർന്നവർക്കെല്ലാം ഇപ്പൊ 3-4 വിക്കറ്റായി. എനിക്ക് മടിക്കട്ടെ അച്ഛാ ഒരു സിക്സർ. ഒടിഞ്ഞ ബാറ്റും കൊണ്ട് സിക്സ് അടിക്കാൻ ശ്രമിച്ചാൽ നീ ടീമിൽ നിന്ന് പുറത്താണ്. പിന്നെ നീ വല്ല മാട്ട ക്ലബിനും വേണ്ടി കളിക്കേണ്ടി വരും. ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്നതിലും എനിക്കിഷ്ടം ബെർമുഡയുടെ കീപ്പർ ആവാനാ. അല്ലെങ്കിലും നീയൊന്ന് കീപ്പ് ചെയ്യണം, നല്ലതാ. അല്ലെങ്കിൽ നാട്ടുകാർ നിന്റെ ബർമുട വലിച്ചിരിക്കും. എന്താണ് അച്ഛാ അങ്ങനെ പറഞ്ഞത്? ഇവനും അപ്പുറത്തെ വീട്ടിലെ രമണിയും തമ്മിലുള്ള വൺഡേ മാച്ച് നാട്ടില് മുഴുവൻ കമന്ററി ആടി. ഈശ്വരാ, ഏട്ടാ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കപ്പിലുള്ള മാച്ചൊന്നുമല്ല. പിന്നെ വെറും ഫ്രണ്ട്ലി മാച്ച്. ഫ്രണ്ട്ലി മാച്ച്. അതൊക്കെ അപ്പന്റെ ഫ്രണ്ടിലെങ്ങനെ ചെന്ന് പെട്ടാലേ നിന്റെ സ്റ്റമ്പൊടിച്ചു കളയും. അച്ഛന്റെ ബോളിൽ ബൗണ്ടറി കടക്കുന്നു. ഇനിയും നീ ഇവിടെ നിന്ന് സംസാരിച്ചാലേ നീ ആയിരിക്കും ബൗണ്ടറിക്ക് പുറത്ത്. ഈശ്വരാ, ഒരു മഴ പെയ്ത് ഈ മാച്ച് ഒന്ന് മാറ്റി വച്ചിരുന്നെങ്കിൽ. ഈ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന എന്റെ കഴുത്തിൽ എന്തൊരു ടെസ്റ്റ് താലി വീഴും. എന്റെ ടെസ്റ്റ് പരമ്പര ദൈവങ്ങളെ. അച്ഛാ, കുറെ കാലമായി ഞാൻ പറയുന്നു, എന്റെ ബൈക്കൊന്ന് മാറ്റി എനിക്കൊരു ഗവാസ്കാർ വാങ്ങി തരണമെന്ന്. ഗവാസ്കാർ? ഇവിടെ ഒരു ധോണി പങ്കായോ മേടിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു ഗവാസ്കാർ. അത് വല്ല ജാമ്യത ഗ്യാസും ആയിരിക്കും. ലക്ഷണം കണ്ടിട്ട് ജാമ്യത ഗ്യാസ് ഒന്നുമല്ല, ഗർഭം ഗംഭീര, ഗർഭം ഗംഭീര. അച്ഛൻ എനിക്ക് മാച്ച് തരണം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു അച്ഛാ. എന്റെ ഹാട്രിക് ദൈവങ്ങളെ, ആരാടി അവൻ? കേട്ടോ?
Miss Jubia and Miss Remia. ആഘോഷം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഈ വേദിയെ ധന്യമാക്കിയ ഒരു പിടി ആളുകളുണ്ട്. അവരെല്ലാം ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളോടൊപ്പം ബാലനഗർ കുടുംബത്തോടൊപ്പം സഹകരിച്ച